ഹലോ, അപ്പോൾ നമുക്കൊന്ന് അഗുംബെ വരെ പോയി വന്നാലോ. നമ്മുടെ മഴകളുടെ നാടെന്നറിയപ്പെടുന്ന അഗുംബെ കർണാടക ഡിസ്ട്രിക്റ്റിലാണ് ടോപ്പ് പ്ലേസ് തന്നെ. നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തൊക്കെ ആയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി വണ്ടി കയറി നേരെ പോകാണ്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടോ നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ട്രെയിനൊക്കെ വന്നിട്ട് പാർക്കുട്ടിരിയ ചിലപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിട്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി നമ്മുടെ സീറ്റൊക്കെ നോക്കി അവിടെയൊക്കെ സെറ്റായിട്ട് ഇരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളോട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. കാരണം നമുക്ക് പിറ്റേ ദിവസം ഇഷ്ടമാതിരി കറങ്ങാനുണ്ട്. പാർക്കുട്ടിയാണെങ്കിൽ ഉറങ്ങണുണ്ടായിരുന്നില്ല. അവർക്ക് ഏതോ രാത്രി വണ്ടിയിലൊക്കെ കയറിയപ്പോൾ എന്തോ ഒരു കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ഉറക്കം വന്നിട്ട് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഉറങ്ങി. നമ്മൾ പുലർച്ചെ ഒരു 4:30 ആയപ്പോഴേക്കും നമ്മുടെ പ്ലേസിലെത്തിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് 7 മണിക്കായിട്ട് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പോൾ അതുവരെ നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങനെ സെറ്റ് ചെയ്ത് നേരം ഉണ്ടായിരുന്നില്ല ഗായ്സ്. കുറേ നേരം കാണിക്കാതെ നടന്നു. അങ്ങനെ നമ്മൾ ട്രാവലറായിട്ട് ബുക്ക് ചെയ്തിരുന്നത്. നമ്മൾ പാക്കേജ് അടിസ്ഥാനത്തിലായിട്ട് പോണത്. അങ്ങനെ നമ്മൾ ട്രാവലറിൻ്റെ അടുത്തോട്ടൊക്കെ പോയിട്ട് നമ്മുടെ ലഗേജൊക്കെ അവിടെ വെച്ച് നമ്മൾ നേരെ ആദ്യം പോയത് ഒരു ഹോട്ടലിലോട്ടാണ്. പ്യൂർ വെജ് ഹോട്ടലായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പാർക്കുട്ടിക്ക് ഞാനൊരു ഇഡ്ഡലിയാണ് കൊടുത്തത്. അവളത് മൊത്തം കഴിച്ചായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ മസാല ദോശ ഓർഡർ ചെയ്തത്. ഞാനൊരു പൂരി മസാലക്കറി ആയിരുന്നു കേട്ടോ. മസാല ദോശ എന്താ പറയുക, ഒരു പൂരിയുടെ ഇതൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു മതിരിപ്പൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ആദ്യം പോയത് വരങ്ങരാല ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളിലോട്ടാണ്. പ്രത്യേകിച്ച് ആ ടെമ്പിൾ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിലത്തെ ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ അലോഡ് അല്ലാന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് കൊടുക്കണമെന്നല്ലോ. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ അധികം പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യാൻ പറ്റിയ ഒരു അമ്പലമല്ലാന്ന് തോന്നിയിട്ട് ഞങ്ങൾ പേയ്മെൻറ്റ് ഒന്നും കൊടുത്തില്ല. ജസ്റ്റ് പുറത്തു നിന്നൊക്കെ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അവർ കാരണമായിട്ട് ചെറിയതായിട്ട് ഒരു വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉള്ളിൽ ചെന്നാൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വേറെ ഇങ്ങനെ ഈ കല്ല് കൊണ്ടുള്ളൊരു അമ്പലം അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ബാഹുബലി സ്റ്റാച്ചു എന്ന് പറഞ്ഞൊരു പ്ലേസിലോട്ടാണ്. ഇത് ഈ പറയണ പോലെ നമ്മളത് മല കയറി ചെല്ലണ പോലെ കേട്ടോ. പാറയുടെ ഇവിടെ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പ് ഇങ്ങനെ കയറി അങ്ങ് മുകളിലെത്തണുണ്ട്. കുറേ നടന്നിട്ട് ഇപ്പോൾ കാലൊക്കെ കഴിച്ച് നിന്നിറങ്ങിയൊക്കെ ആയിട്ട് നമ്മൾ മുകളിലോട്ട് പോയത്. അങ്ങനെ രണ്ടാമത്തെ പ്ലേസാണ് ഇത്. ഇവിടെ കയറി വന്നാൽ ഇത്ര ഉള്ളൂട്ട് കാണാനായിട്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു വന്നിട്ട് പാർട്ട് 2 ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ